ഹായ് പ്രിയ ശ്രോതാക്കളെ, ഒരിക്കൽ കൂടി ചേർന്നിരുന്ന് കേട്ടുകൊണ്ടിരിക്കാൻ കാലമൊരുക്കിയ നിറവാർന്ന സന്ധ്യാരാവിന് എൻ്റെ കൂപ്പുകൈ പ്രണാമം. ദേവരാജൻ മാസ്റ്റർ ഇണം നൽകി നിറവാർന്ന ഭൂതകാല സമൃദ്ധിയിലേക്ക് നമ്മളെ നയിക്കുന്ന കാവ്യഗന്ധർവൻ വയലാർ രചിച്ച് യേശുദാസ് ആലപിച്ച സഖ്യാദ്രി സാനുക്കളിൽ പ്രകൃതി അണിയിച്ചൊരുക്കിയ ലാവണ്യം നമ്മളിൽ ഉണർത്തുന്ന സൗന്ദര്യബോധത്തിന് ചിറകുകൾ നൽകുന്ന ഗാനമാണ് ഇന്നത്തെ വയലാർ സ്മൃതിയുടെ ശിശിരരാവിന് പൂപ്പുടവ അണിയിക്കുന്നത്. നമുക്ക് പല്ലവിയിലേക്കൊന്ന് പോകാം. സഖ്യാദ്രി സാനുക്കൾ എനിക്കു നൽകിയ സൗന്ദര്യദേവത നീ, സംക്രമപ്പുലരികൾ അണിയിച്ചൊരുക്കിയ സങ്കൽപ്പദേവത നീ, സഖ്യാദ്രി സാനുക്കൾ എനിക്കു നൽകിയ സൗന്ദര്യ ദേവത നീ. എന്ത് രസമാണല്ലേ! സഖ്യാദ്രി സാനുക്കൾ എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി നിറഞ്ഞു വിരിഞ്ഞു കിടക്കുന്ന നിൽക്കുന്ന പർവ്വതനിരകളാണ് സഖ്യാദ്രി സാനുക്കൾ. പുരാണങ്ങൾ സഖ്യാദ്രി സാനുക്കളെ മാനവഭാവം നൽകി പർവ്വതരാജൻ എന്നു പേര് നൽകിയിരിക്കുകയാണ്. ഇതുപോലെ ഇദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായി മേരുപർവ്വതനിരയുടെ മകളായ മെയ്നാകനെയാണ്. ഇരുവരുടെയും സംക്രമത്തിൽ വിരിഞ്ഞ നിറവാർന്ന പുഷ്പഗന്ധിയാണ് പാർവതീദേവി. പാർവതിയുടെ മുത്ത സഹോദരിയായി പുരാണങ്ങളിൽ ഗംഗയെ പരിചയപ്പെടുത്തുന്നു. ഇതെല്ലാം പുരാണങ്ങളിൽ കൗതുകം ഉണർത്തിക്കാൻ പർവ്വതങ്ങൾക്ക് മാനവഭാവം നൽകിയിരിക്കുകയാണ്. ഇതിനെയാണ് അലങ്കാര പ്രയോഗമായി ഇംഗ്ലീഷിൽ മെറ്റഫറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനെ മറ്റൊരു പദം ഇംഗ്ലീഷിൽ പറയും പേഴ്സണിഫിക്കേഷൻ എന്ന് പറയും. കാരണം ഓരോ വ്യക്തിക്കോ ഒരു ആശയത്തിനോ ഒരു സാധനത്തിനോ വ്യക്തിപ്രഭാവം നൽകുക, അല്ലെ വ്യക്തിത്വം നൽകുക, അല്ലെ പേഴ്സണിഫിക്കേഷൻ കൊടുക്കുക, അങ്ങനെയും ഇതിനെ പറയാറുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് നോക്കൂ, എത്രയോ ഗാനങ്ങൾ അങ്ങനെയുള്ള. ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഒരു ഗാനമുണ്ട്, അത് നമ്മൾ ഓർമ്മിച്ചു പോവുകയാണ്. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. കണ്ടോ, ഇവിടെ ഹൃദയത്തിന് സരസ്സായിട്ട് മാറ്റുകയാണ്. ഇതൊക്കെയാണ് ഗാനത്തിൻ്റെ പ്രത്യേകതകൾ. നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് വരാം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ സഖ്യാദ്രി സാനുക്കളെ സൗന്ദര്യ ദേവതയായി കാണുകയാണ് ഇവിടുത്തെ കവി. സഖ്യാദ്രി സാനുക്കൾ സൗന്ദര്യ ദേവതയായിട്ട് ഇങ്ങനെ അതിമനോഹരിയായിട്ട് നിൽക്കുകയാണ്. ഈ അടുത്ത് പറഞ്ഞിട്ട് സംക്രമപ്പുലരിയിൽ അണിയിച്ചൊരുക്കുക എന്ന് വെച്ചാൽ, ഈ സംക്രമപ്പുലരി എന്ന് വെച്ചാൽ രാവിൻ്റെ അവസാന യാമവും ഉഷസ്സിൻ്റെ ആദ്യകിരണങ്ങളും കണ്ടുമുട്ടി അവർ പരസ്പരം പുണർന്നു നിൽക്കുമ്പോൾ, അവർ പരസ്പരം ഏകീകരിച്ച് നിൽക്കുമ്പോൾ, അവർ പരസ്പരം ആലിംഗനബന്ധരായി നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു മൂന്നാമത്തെ സൗന്ദര്യത്തെയാണ് കവി ഇവിടെ പറയുന്നത് സൗന്ദര്യ ദേവത എന്ന് പറയുന്നത്. അത് പുള്ളി വീണ്ടും പറയുന്നുണ്ട്, ഇതൊരു സാങ്കല്പിക ഒരു സങ്കല്പ ദേവതയാണെന്ന് ഈ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പരസ്പരം കണ്ടുമുട്ടി പരസ്പരം ഒരുമിച്ച് ചേർന്നിരിക്കുമ്പോൾ ദൃശ്യമാകുന്ന മറ്റൊരു രമണീയമായ സൗന്ദര്യ ദർശനമാണ് ഇതെല്ലാം കവിയുടെ മനസ്സിൽ സഖ്യാദ്രി സാനുക്കൾ സൃഷ്ടിക്കുന്ന ഒരു സാങ്കല്പികമായ സൗന്ദര്യഭാവങ്ങളാണ്. ഇപ്പോൾ സഖ്യാദ്രി സാനുക്കളെ ശരിക്കും പറഞ്ഞാൽ സൗന്ദര്യ ദേവതയായിട്ടാണ് കവിയുടെ കാണുന്നത്. അത്രയ്ക്ക് മനോഹരമാണ് ആ സാനുക്കൾ. അടുത്ത് നമുക്ക് നോക്കാം, അനുപല്ലവി നോക്കാം. അനുപല്ലവി അതിമനോഹരമാണ്. അനുപല്ലവിയിലും ചരണത്തിലും ഈ പ്രകൃതി വിവിധ നിറമാലകളാൽ അണിയിച്ചൊരുക്കിയ പർവ്വതരാജൻ്റെ ശൈലപുത്രിയാണ് ശ്രീ പാർവതീദേവി. അപ്പോൾ പർവ്വതരാജൻ്റെ ശ്രീ മകൾ ശൈലപുത്രിയുടെ പർവ്വതരാജൻ്റെ പുത്രി ശ്രീ പാർവതിയുടെ രമണീയത വിശദീകരിച്ച് അവളുടെ പറയാണ്, ശൈലപുത്രി വരൂ നീ, ശൈലപുത്രി നീ വരുമെന്ന് പറയാണ്. അതാണ്
അനുപല്ലവിയിലും ചരണത്തിലും കൂടി കവി നോക്കാം. കവി പ്രതിപാദിക്കുന്നത് നോക്കൂ. അനുപല്ലവി: ഏതു കാനന പുഷ്പപരാഗം ഏമാങ്കരാഗമായി, നിന്റെ ഏമാങ്കരാഗമായി. ഏതു മൃഗമത സൗരഭം ചേർത്തു നീ ഏഴില കുറി ചാർത്തി, നെറ്റിയിൽ കുറി ചാർത്തി. ശൈലപുത്രി വരൂ നീ, സഖ്യാദ്രിസാനുക്കൾ എനിക്കു നൽകിയ സൗന്ദര്യ ദേവത നീ. ഇതൊരു മനോഹരമല്ലേ? സത്യത്തിലൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊക്കെ എന്നെ തന്നെ മറന്നു പോവുകയാണ്. നമുക്ക് നോക്കാം എന്താണെന്ന്. അനുപല്ലവി: ഏതു കാനന പുഷ്പത്തിൻ്റെ പൂപ്പൊടിയാലാണ് നിന്നെ അപ്സരസിനെ പോലെ അംഗലാവണ്യമുള്ളവളായി മാറ്റിയിരിക്കുന്നത്? അപ്സരസിനോട് പറയുന്നത് ഹേമ എന്നാണ്. ഹേമാങ്ക രാഗമായി നിൻ്റെ ഹേമാങ്ക രാഗമായി എന്ന് പറയുന്നത് അപ്സരസിനെ പോലെയാണ്. അപ്പോൾ ഹേമ അപ്സരസാണ്. അപ്പോൾ എങ്ങനെയാണ് നിന്നെ ഇത്ര അംഗലാവണ്യമുള്ള അപ്സരസായിട്ട് മാറ്റിയത്? പിന്നെ അടുത്തതോ: ഏതു മൃഗമതം ചാലിച്ചാണ് നിൻ്റെ നെറ്റിയിൽ ഈ അതിമനോഹരമായ ഏഴിലക്കുറി ചാർത്തിയിരിക്കുന്നത്? മൃഗമതം എന്ന് വെച്ചാൽ മാനിൻ്റെ നാഭിയിൽ നിന്നെടുക്കുന്ന സുഗന്ധം പരത്തുന്ന കസ്തൂരിയാണ്. അപ്പം കസ്തൂരി തിലകമണിഞ്ഞവളാണ് ശൈലപുത്രി പാർവതി. ഏഴില്ലാന്ന് വെച്ചാൽ സൗന്ദര്യം എന്നാണ്. അപ്പോൾ ഏഴിലെ കുറി ചാർത്താന്ന് വെച്ചാൽ സൗന്ദര്യത്തിൻ്റെ കുറി ചാർത്തിയിരിക്കുകയാണ് പാർവതീ ദേവി. എവിടെ? നെറ്റിയിൽ. ഇത് പറയണു ശൈലപുത്രി വരൂന്ന്. കണ്ടോ? അപ്പോൾ നമ്മൾ ഈ ആക്ച്വലി ഈ പർവ്വതനിരകളുടെ മകളായ പാർവതി ശൈലപുത്രി തൻ്റെ സൗന്ദര്യങ്ങളൊക്കെ അണിയിച്ചൊരുക്കുന്നത് പ്രകൃതിയിൽ നിന്ന് തന്നെയുള്ള എന്തൊക്കെയാണ്? മൃഗമതം ചാലിച്ചൊക്കെയാണ് നെറ്റിയിൽ കുറി ചാർത്തുന്നത് എന്നൊക്കെയാണ് കവി ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇനി നമുക്ക് ചരണത്തിലേക്ക് പോകാം. ചരണം എന്താണെന്ന് പറഞ്ഞാൽ നോക്കൂ. ഏതു മാനസ സുഖസന്ദേശം ഏകാന്തഗാനമായി, നിന്റെ ഏകാന്തഗാനമായി. ഏതു മരതകമോതിര കൈവിരൽ എന്നിലെ തിരിനീട്ടി, സ്വപ്നമാം തിരിനീട്ടി. ശൈലപുത്രി വരൂ നീ, സഖ്യാദ്രിസാനുക്കൾ എനിക്കു നൽകിയ സൗന്ദര്യ ദേവത നീ. നോക്കൂ, നിന്നിലെ ഏത് മനസ്സാണ് പക്ഷികൾ കൈമാറിയ സന്ദേശത്തെ നിൻ്റെ ഏകാന്തഗാനമായി മാറ്റിയിരിക്കുന്നത്? പക്ഷികൾ എന്ന് വെച്ചാൽ ഇവിടെ സുഖമാണ്. സുഖസന്ദേശം എന്ന് വെച്ചാൽ സുഖസന്ദേശം എന്ന് വെച്ചാൽ പക്ഷികളുടെ സന്ദേശം എന്നാണ്. അപ്പം നിന്നിലെ ഏത് മനസ്സാണ് പക്ഷികൾ കൈമാറിയ സന്ദേശത്തെ നിൻ്റെ ഏകാന്തഗാനമായി മാറ്റിയിരിക്കുന്നത്? കണ്ടോ? ഇനി അടുത്തതോ, ഏത് നവരത്നങ്ങൾ, ഏത് മരതകമോതിര കൈവിരൽ. മരതകം മീൻസ് നവരത്നമാണ്. അപ്പോൾ ഈ നവരത്നങ്ങളിടുന്ന മോതിര കൈവിരൽ അല്ലേ, ആ ഏത് മോതിര കൈവിരലാണ് എന്നിലെ സ്വപ്നമാം തിരിനീട്ടിയത്? സ്വപ്നമാം തിരിനീട്ടാന്ന് വെച്ചാൽ നിൻ്റെ സൗന്ദര്യത്തിൻ്റെ ജ്വാല ജ്വലിപ്പിക്കാൻ എന്നിലെ സ്വപ്നമാം തിരിയെന്ന് വെച്ചാൽ വിളക്കിൽ തുണി കൊണ്ട് തെറുത്തിടുന്നതിനാണ് തിരിയെന്ന് പറയുന്നത്. അപ്പം ഞാൻ തിരി നീട്ടിയിട്ട് തിരി കത്തിച്ചിട്ട് ജ്വലിപ്പിച്ചിട്ട് നിൻ്റെ സൗന്ദര്യത്തിൻ്റെ ജ്വാലയെ ജ്വലിപ്പിക്കുകയാണെന്നാണ് കവിയുടെ പറയുന്നത്. എന്നിട്ട് പറയണോ, ശൈലപുത്രി നീ വരൂ. ശൈലപുത്രി ആരാ? പാർവതി, നീ വരൂ. ഇങ്ങനെ നമ്മുടെ ഗാനരചനയിൽ മിക്ക ഗാനങ്ങളും ഇതുപോലെ അലങ്കാരങ്ങളാൽ ചാരുത നൽകുന്നതാണ്.
ഞാൻ ഇതിന് സാദൃശ്യം നൽകുന്ന മറ്റൊരു മനോഹരമായ ഗാനത്തെ നിങ്ങളോടുകൂടി ഞാൻ ഷെയർ ചെയ്യാണ്. നിലാവിൽ കുളിച്ച നീളാനദി കണ്ടിട്ട് ONV സാർ കുറിച്ച ഗീതങ്ങൾ ഒന്നുകൂടി ഉദ്ധരിച്ചോട്ടെ. നീരാടുവാൻ നിളയിൽ നീരാടുവാൻ, നീരാടുവാൻ നിളയിൽ നീരാടുവാൻ, നീയെന്തേ വൈകി വന്നു പൂന്തിങ്കളേ, നീരാടുവാൻ നിളയിൽ നീരാടുവാൻ. ഈരനാം വെണ്ണിലാവിൻ പൂമ്പുടവയഴിഞ്ഞു, ഈ നദീതൻ പുളീനങ്ങൾ ചന്ദനക്കുളിരണിഞ്ഞു. പൂമ്പുടവ കസവിൽ പൂമ്പുടവ കസവെടുത്തു, പൂക്കെയ്ത കന്യകമാർ മുടിയിൽ വെച്ചു. നീരാടുവാൻ നിളയിൽ നീരാടുവാൻ. എന്തൊരു മനോഹരമല്ലേ! ഈ പൂപ്പുടവ തുമ്പിലെ കസവെടുത്തിട്ട് പൂക്കെയ്ത കന്യകമാർ മുടിയിൽ വെച്ചു. നമുക്ക് നോക്കാം. ഇവിടെ ചന്ദ്രോദയം നീരാടാൻ വരെയാണ്. അപ്പോൾ ചന്ദ്രോദയം നീരാടാൻ വരാൻ എന്താണ് വൈകിയതെന്ന് കവി ചോദിക്കുകയാണ്. ഈ ചോദ്യത്തിൽ തന്നെ പൂന്തിങ്കളിന് മനുഷ്യഭാവം കൽപ്പിക്കുകയല്ലേ കവി ചെയ്തിരിക്കുന്നത്. എന്നിട്ടോ നീരാട്ടിനായി നിലാവിൻ്റെ പൂപ്പുടവ അഴിയണ്. എന്താണ് നീരാട്ടിനായിട്ട് നിലാവെടുത്തിരിക്കുന്ന പൂപ്പുടവ അഴിയുമ്പോൾ ഇത് കണ്ട നദിയുടെ പുളിനങ്ങൾ എന്ന് വെച്ചാൽ മണൽത്തിട്ടകൾ ചന്ദനക്കുളിരണിയണം. ഇതൊരു മനോഹരമല്ലേ! അപ്പോൾ വെണ്ണിലാവിൻ്റെ അഴിച്ചിട്ട പുടവയിൽ നിന്ന് എന്താണ് വരുന്നത്? അഴിച്ചിട്ട പുടവയിൽ നിന്ന് പൂക്കൈത കന്യകമാർ കസവെടുത്തിട്ട് മുടിയിൽ ചൂടാണ്. അപ്പോൾ നദിയുടെ തീരങ്ങളിൽ വന്നിരിക്കുന്ന ചെടികളാണ്, നദിയുടെ തീരങ്ങളിൽ വസിക്കുന്ന ചെടികളാണ് പൂക്കെയ്തകൾ. അപ്പോൾ ഇവിടെ നിലാവിനും പൂക്കെയ്തക്കും മാനസഭാവം മനുഷ്യഭാവം കവി നൽകിയിരിക്കുകയല്ലേ. അങ്ങനെ പൂക്കെയ്തകളും പൂനിലാവും തമ്മിൽ ആ വിധം ഒരു ബന്ധം കൂടി ഇവിടെ ആവിർഭവിക്കുകയാണ്. ഇതാണ് കാവ്യ ചന്തമുള്ള കവിത. ഇന്നത്തെ വയലാർ സ്മൃതി ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഈ പാട്ടൊന്ന് കേട്ടിട്ട് നമുക്ക് പിരിയാം. നമുക്ക് നോക്കാം. സഖ്യാദ്രിസാനുക്കൾ എനിക്കു നൽകിയ സൗന്ദര്യദേവത നീ, സംക്രമപ്പുലരികൾ അണിയിച്ചൊരുക്കിയ സങ്കൽപ്പദേവത നീ. സഖ്യാദ്രിസാനുക്കൾ എനിക്കു നൽകിയ സൗന്ദര്യദേവത നീ. ഏതു കാനന പുഷ്പപരാഗം ഏമാങ്കരാഗമായി, നിന്റെ ഏമാങ്കരാഗമായി. ഏതു കാനന പുഷ്പപരാഗം ഏമാങ്കരാഗമായി, നിന്റെ ഏമാങ്കരാഗമായി. ഏതു മൃഗമത സൗരഭം ചേർത്തു നീ ഏഴിലക്കുറി ചാർത്തി, നെറ്റിയിൽ കുറി ചാർത്തി. ശൈലപുത്രീ വരുമീ സഖ്യാദ്രി സാനുക്കൾ എനിക്കു നൽകിയ സൗന്ദര്യദേവത നീ. സംക്രമപ്പുലരികൾ അണിയിച്ചൊരുക്കിയ
സങ്കൽപ്പദേവത നീ, സഖ്യാദ്രിസാനുക്കൾ എനിക്കു നൽകിയ സൗന്ദര്യദേവത നീ. ഏതു മാനസ ശുഖ സന്ദേശം ഏകാന്തഗാനമായി, നിന്റെ ഏകാന്തഗാനമായി. ഏതു മാനസ ശുഖ സന്ദേശം ഏകാന്തഗാനമായി, നിന്റെ ഏകാന്തഗാനമായി. ഏതു മരതക മോതിര കൈവിരൽ എന്നിലെ തിരിനീട്ടി, സ്വപ്നമാം തിരിനീട്ടി. ശൈലപുത്രീ വരൂ നീ, സഖ്യാദ്രിസാനുക്കൾ എനിക്കു നൽകിയ സൗന്ദര്യദേവത നീ. സംക്രമപ്പുലരികൾ അണിയിച്ചൊരുക്കിയ സങ്കൽപ്പദേവത നീ, സഖ്യാദ്രിസാനുക്കൾ എനിക്കു നൽകിയ സൗന്ദര്യ ദേവത നീ. അങ്ങനെ ഇന്നത്തെ വയലാർ സ്മൃതി ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമുക്ക് ഒരിക്കൽ കൂടി നമ്മൾ കണ്ടു പിരിയാണ്. നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഒരു സുഖ രാത്രി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്.